ഇന്ന് നമ്മളുടെ കെമിസ്ട്രീൻ്റെ ആദ്യത്തെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പം രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ആ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെയാണ് എൻ്റെ ചെയ്യുന്നത്? CHO എന്നാണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പം ഇവിടെ ഇനി കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഗ്രൂപ്പിൽ കണ്ടോ C എന്ന് പറയുന്ന കാർബൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പം C ഇങ്ങനെയൊക്കെ എഴുതിയതിന് ശേഷം ഇവിടെയാണ് CHO നമ്മൾ എഴുതുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ കാർബണും നിങ്ങളുടെ ചെയിനിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കണം. അപ്പം വെറും നോർമലായിട്ട് CH3 ഈറ്റെയിനാണ് വിചാരിക്കുക. CH3 ഈറ്റെയിൻ മാത്രമാണ് നമുക്ക് തന്നെന്ന് വിചാരിക്കുക അല്ലേ. ഈറ്റെയിൻ മാത്രമാണ് തന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പം എന്തായി, 3 കാർബൺ ആറ്റം ഇതേപോലെ വരും അല്ലേ. 3 കാർബൺ ആറ്റം വരും. അങ്ങനെ ആവുമ്പം ഈ തേർഡ് കാർബൺ ആറ്റം കൂടി നമ്മൾ കൗണ്ട് ചെയ്യുമ്പം ആഡ് ചെയ്യണം. അതായത് ഇത് ഈറ്റേൻ അല്ല, പിന്നെന്താവും, പ്രൊപ്പേനാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരൊക്കെ എങ്ങനെയാണ് പറഞ്ഞിരുന്നത് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? CHO. അപ്പം C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെ ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മളൊരു ഹൈഡ്രോ കാർബണിൻ്റെ കൂടെ ഈ ഒരു കോമ്പൗണ്ട് CHO വരുന്ന ഒരു കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുമ്പം ആ ഹൈഡ്രോ കാർബണിൻ്റെ അകത്ത് ഒരു ഹൈഡ്രജൻ പോയി ആ ഹൈഡ്രജൻ സ്ഥലത്ത് ആര് വരും? CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് വരികയാണെങ്കിൽ, ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽഡിഹൈഡ്സ്. കമ്പൗണ്ട്സ് വിത്ത് CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് ആൽഡിഹൈഡ്സ്. അപ്പോൾ ഇതിന് പേര് കൊടുക്കുമ്പം നമ്മൾ മെയിൻ കാർബൺ ആറ്റംസ് അതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ദാറ്റ് ഇൻ ദ ആൽഡിഹൈഡ് കണ്ടോ, പ്രത്യേകം എടുത്ത് പറയുന്നത് മസ്റ്റ് ബി കൺസിഡേർഡ്. നമ്മളത് എണ്ണുമ്പം അതും കൂടി കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ തന്ന ആൽക്കെയിൻ്റെ അകത്തുനിന്ന് ഈ അങ്ങോട്ട് മൈനസ് ചെയ്യുക, എടുത്തു മാറ്റുക. എന്നിട്ട് AL പ്ലസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ട് പേര് എങ്ങനെയായിരിക്കും അവസാനിക്കുന്നത്? ഏതാണോ ആൽക്കെയിൻ, ഇപ്പം ഈഥെയിൻ ആണെങ്കിൽ ഈത്തേൻ്റെ ഈ മാറ്റം എവിടെ ആഡ് ചെയ്യണം? AL ആഡ് ചെയ്യണം. എത്തനാൽ എന്നാണ് പറയുക, എത്തനാൽ. അപ്പം മീഥേൻ ആണെങ്കിൽ മീഥേൻ്റെ അവിടെ എടുത്ത് മാറ്റി അതിൻ്റെ പ്ലേസിൽ എന്ത് കൂട്ടി? AL കൂട്ടി. അപ്പം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പേരെന്തായിരിക്കും? മെത്തനാൽ. മീഥേൻ ആൽഡിഹൈഡ് എന്ന് പറയില്ല, നമ്മൾ മെത്തനാൽ എന്നാണ് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ IUPAC നെയിം ഇതിന് കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ആൽഡിഹൈഡ് ഗിവൺ. അപ്പം ഇവിടെ ഈ CHO ആണ് നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ. ഇതാണ് നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഈ CH3 മീഥൈൽ ഗ്രൂപ്പിൻ്റെ കൂടി അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞപ്പം ഇവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 ഉണ്ട് അല്ലേ. 2 കാർബൺ ആറ്റമായി. അപ്പോൾ 2 കാർബൺ ആറ്റം വരുമ്പം നമ്മൾ എഴുതുന്നത് ETAHANE വരും. ഈൻ്റെ പകരം നമ്മൾ കൊണ്ട് എഴുതണം AL, എത്തനാൽ എന്നാവും. ഈഥെയിൻ ആൽഡിഹൈഡ് എത്തനാലാണ് അതിൻ്റെ പേര് വരിക. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ. കാർബൺ ആറ്റംസ് എത്ര വരുന്നുണ്ട്? 2 കാർബൺ ആറ്റംസ് ആണ് വരുന്നത് അല്ലേ. 2 കാർബൺ ആറ്റംസ്. നെയിം ഓഫ് ദ ആൽക്കെയിൻ ഹാവിങ് 2 കാർബൺ ആറ്റംസ് ഈഥെയിൻ. 2 കാർബൺ ആറ്റംസ് വരുന്ന കാർബണിൻ്റെ പേര് നമുക്കറിയാം, ഈഥെയിൻ ആണ്. ഹൈഡ്രോ കാർബണിൻ്റെ പേരെന്താണ്? ഈഥെയിൻ ആണ്. അപ്പോൾ ആ പേര് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഇനി ഇവിടെ ഫുൾ ഈഥെയിൻ അല്ല, അവിടെ എന്തായി? അവിടെ ഒരു ഹൈഡ്രജൻ പോയി അവിടെ എന്ത് വന്ന്? O വന്നിട്ടുണ്ട്. അപ്പം HCHO വന്നിട്ടുണ്ട് അല്ലേ. HOയും കൂടി അവിടെ വന്നപ്പം ഇതെന്തായി മാറി? ഒരു ആൽഡിഹൈഡായി. ഇതിൻ്റെ പേരെന്താണ്? എത്തനാൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നല്ലോണം നോക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുണ്ട്, അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാനാണ് അല്ലേ. ഫസ്റ്റ് സ്ട്രക്ചർ വരയ്ക്കുന്ന എന്തിൻ്റെയാണ്? ബ്യൂട്ടനാൽ എന്നാണ് നമുക്ക് അവിടെ തന്നത്. ബ്യൂട്ടനാലിൽ എപ്പോഴും ബ്യൂട്ട് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം വരണം? 4 കാർബൺ ആറ്റം വരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 കാർബൺ ആറ്റം അവിടെ ഡ്രോ ചെയ്ത് വെക്കാം. 4 കാർബൺ ആറ്റം ഡ്രോ ചെയ്ത് വെച്ചു അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ്? അതിൽ ഒരു കാർബൺ ആറ്റം ആരതായിരിക്കും? ഈ ആൽഡിഹൈഡിൻ്റെ അല്ലേ വരിക. അപ്പോൾ അത് മാത്രം നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. C ഡബിൾ ബോണ്ട് OH അല്ലേ. ബ്യൂട്ടേൻ്റെ 4 കാർബൺ ആറ്റംസ് എഴുതി. അതിൽ അവസാനം എന്തായിരിക്കും വരിക?
CHO ഗ്രൂപ്പാണ് വരേണ്ടത് അല്ലേ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള വാലൻസിയും കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമ്മളുടെ സ്ട്രക്ചർ ഫുള്ളാവും. ഇപ്പോൾ CH3 CH2 CH2 CHO ഇതാണ് എന്തിൻ്റെ സ്ട്രക്ചർ വരുന്നത്, ബ്യൂട്ടനാലിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അതാണ് ബ്യൂട്ടനാൽ. ഇനി നമുക്കിവിടെ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്, ഇതിന് നെയിമാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ 3 കാർബൺ ആറ്റം വരുന്നുണ്ട്. 3 കാർബൺ ആറ്റം വരാണെങ്കിൽ നമുക്കറിയാം അത് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും, പ്രോപ്പ് ആയിരിക്കും അല്ലേ, പ്രോപ്പ്. ഇപ്പോൾ CHO ആണ് അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നത്. അപ്പോൾ പ്രൊപ്പെയിൻ ആണ് ആൽക്കെയിൻ. ആ പ്രൊപ്പെയിൻ്റെ ഈ മാറ്റി അവിടെ എന്ത് നമ്മൾ കൊടുക്കണം, AL കൊടുക്കണം അല്ലേ. CHO ആൽഡിഹൈഡാണ്, അപ്പോൾ അവിടെ ഈ മാറ്റി അവിടെ എന്ത് കൊടുക്കണം, AL കൊടുക്കുക. അപ്പം ഇതിൻ്റെ IUPAC നെയിം എന്താണ്, പ്രൊപ്പനാൽ. ഓക്കെ, പ്രൊപ്പനാലാണ് ഇതിൻ്റെ IUPAC നെയിം വരിക. ഇനി നെക്സ്റ്റ് നമ്മളടുത്ത് പറഞ്ഞത് പെൻറ്റനാലാണ്. അപ്പോൾ പെൻറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 കാർബൺ ആറ്റം വരണം. അപ്പോൾ ആദ്യം നമ്മൾ ആ 5 കാർബൺ ആറ്റം ഇവിടെ വരച്ച് വെക്കാം. അതിൽ ഒന്നാമത്തെ എന്തായിരിക്കും, CHO ഗ്രൂപ്പായിരിക്കും, ആൽഡിഹൈഡ് ഗ്രൂപ്പായിരിക്കും. അതവിടെ നമ്മൾ വരച്ച് വെച്ചിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാർബണിൻ്റെ ഒക്കെ വാലൻസ് അങ്ങോട്ട് ഫില്ല് ചെയ്യുക. CH2 CH2 CH3 അല്ലേ, ഇതായിരിക്കും എന്ത് വരുന്നത്, പെൻറ്റനാലിൻ്റെ സ്ട്രക്ചർ വരുന്നത്. പെൻറ്റനാലാണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ CH3 CH2 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 CHO. അപ്പോൾ പെൻറ്റനാലിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചു. അപ്പോൾ ആ ടേബിൾ കംപ്ലീറ്റ് ആയി അല്ലേ. പറഞ്ഞത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് എന്താ, കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പിൽ വരുന്നത് എന്താണ്, C ആൻഡ് O. ഇതുകൊണ്ടോ C ഡബിൾ ബോണ്ട് O. ഇങ്ങനെയാണ് നമ്മളുടെ കീറ്റോ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ വരുന്നത്. C ഡബിൾ ബോണ്ട് O വരുന്ന കീറ്റോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കീറ്റോൺസ് എന്നാണ് നമ്മൾ ആ കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേര്. അപ്പോൾ C ഡബിൾ ബോണ്ട് O വരുന്ന കോമ്പൗണ്ട്സിനെ, ഹൈഡ്രോ കാർബൺസ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, കീറ്റോൺസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം നമ്മൾ കൊടുക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ഈ സീനെയും കൂടി നമ്മൾ കൗണ്ട് ചെയ്യണം. ആ സിയും കൂടി കൗണ്ട് ചെയ്തിട്ടേ നമ്മൾ പേര് കൊടുക്കാൻ പാടുള്ളൂ. അത് ഓർമ്മിച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നെയിം ചെയ്യുമ്പം ആൽക്കെയിൻ്റെ അകത്തുനിന്ന് എന്ത് മൈനസ് ചെയ്യണം, E മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ONE, കീറ്റോണിൻ്റെ ഈ ONEയും കൂടി എന്ത് ചെയ്യണം, അവിടെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ആൽക്കനോൺ. ഇപ്പം മീഥേനാണ് വരുന്നതെങ്കിൽ ഈ മാറ്റം അവിടെ എന്താക്കണം, മെത്തനോൺ എന്നാക്കണം. ഓക്കെ, മെത്തനോൺ. ഇതാണ് നമുക്ക് തന്ന കീറ്റോ ഗ്രൂപ്പ്, CH3 C ഡബിൾ ബോണ്ട് O. അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 3 കാർബൺ ആറ്റംസ് വരുന്നുണ്ടല്ലേ. ഇത് ഈഥെയിൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇതിനെ കൂടെ ആ കീറ്റോ ഗ്രൂപ്പും കൂടെ ഇങ്ങനെ ആഡ് ചെയ്തപ്പം അതിൻ്റെ പേരിൻ്റെ കൂടെ നമ്മൾ 3 കാർബൺ ആറ്റത്തിൻ്റെ പേര് എന്താണോ വിളിക്കുന്നത് അതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എടുക്കേണ്ടത് അല്ലേ. 3 കാർബൺ ആറ്റം വരുമ്പം അതിൻ്റെ നെയിം എന്താ വരിക, പ്രൊപ്പാണ് വരേണ്ടത് അല്ലേ, പ്രോപ്പ്. പ്രൊപ്പേനിൻ്റെ ഈ മാറ്റി അവിടെ എന്ത് വരണം, ഈ മാറ്റിയിട്ട് അവിടെ ONE, പ്രൊപ്പനോൺ. അവിടെ എന്താക്കണം, ഈ മാറ്റിയിട്ട് ONE കൂട്ടി കൊടുക്കണം. അപ്പോൾ പ്രൊപ്പനോൺ എന്നാണ് ഇതിൻ്റെ പേര് വരിക, പ്രൊപ്പനോൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ സമ്മറിയാണിത്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 3 ആണ്. ശരിക്കുള്ള ആൽക്കെയിൻ ആണെങ്കിൽ അതിൻ്റെ പേര് എന്താണ്, പ്രൊപ്പെയിൻ എന്നായിരുന്നു. പക്ഷേ നമ്മളതിൽ പ്രൊപ്പെയിൻ്റെ ഒരു ഗ്രൂപ്പ് എന്താണ്, നമ്മളുടെ അവിടെ വരുന്ന കീറ്റോ ഗ്രൂപ്പാണ്. അപ്പോൾ IUPAC നെയിം എന്താണ്, പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ. ഈ പ്രൊപ്പനോണിനൊരു കോമൺ നെയിം ഉണ്ട് കേട്ടോ, കോമൺ നെയിം ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കെമിക്കൽ നെയിം ആവണമെന്നില്ല. ചില സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ചില കോമ്പൗണ്ട്സ് കോമൺ നെയിമിലും അറിയപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ MCQയിൽ ചോദിക്കും, വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് പ്രൊപ്പനോൺ. ദ കോമൺ നെയിം ഓഫ് പ്രൊപ്പനോൺ ഇസ് എസറ്റോൺ. ഇത് നമ്മൾ എസറ്റോൺ എന്ന് പറയും. എസറ്റോൺ എന്നാണ് പ്രൊപ്പനോണിൻ്റെ കോമൺ നെയിം വരാം, എസറ്റോൺ. ഈ സാധനം ചിലപ്പം നെയിൽ പോളിഷ് റിമൂവറിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് എസറ്റോൺ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം 3ൽ കൂടുതൽ കാർബൺ ആറ്റംസ് ആണ് നമുക്ക് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഈ കീറ്റോ ഗ്രൂപ്പ് ഏത് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണോ വരുന്നത് അതിൻ്റെ പൊസിഷനും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതെപ്പോഴാണ് ഭാഗം വരുന്നത്, മോർ ദാൻ 3 കാർബൺ ആറ്റംസ് ഉള്ള ഗ്രൂപ്പാണെങ്കിൽ മാത്രം കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. എന്താണത്, CH3 CH2 CH2 CO CH3. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് എന്താണത്, നമ്മൾ മോർ ദാൻ 3 കാർബൺ ആറ്റംസ് വരികയാണെങ്കിൽ ഏത് കാർബണിൻ്റെ മുകളിലാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്
അതിൻ്റെ പൊസിഷനും കൂടി നമുക്കവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ടിങ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അതിന് ലോവസ്റ്റ് നമ്പർ വരുന്നത്, സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കി. 5 കാർബൺ ആറ്റംസ് ആണ് വരുന്നത് അല്ലേ, 5 കാർബൺ ആറ്റംസ് ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ പെൻറ്റ് ആണ് വരുന്നത്. അപ്പോൾ പെൻറ്റ് ആദ്യം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കാം. പെൻറ്റൻ അവിടെ എഴുതി വെച്ച് പെൻറ്റേൻ 2 ഓൺ എന്ന് കൊടുക്കണം അതിൻ്റെ പേര്. പെൻറ്റൻ 2 ഓൺ, പെൻറ്റൻ 2 ഓൺ. ഓക്കെ, നമ്മളാദ്യം ലോങ്സ്റ്റ് കാർബൺ ചെയിനിൻ്റെ പേര് എഴുതും. ഈൻ്റെ പകരം അവിടെ 2ONE അവിടെ കൂട്ടിച്ചേർത്താൽ എന്തായി, ഇതിൻ്റെ IUPAC നെയിമായി, പെൻറ്റൻ 2 ഓൺ. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു അല്ലേ. 5 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ആൽക്കെയിൻ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ്, അതിന് പേരെന്താ വരിക, പെൻറ്റെയിൻ എന്നാണ് വരിക. PENTANE, പെൻറ്റെയിൻ എന്നാണ് അവിടെ വരേണ്ടത്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്, സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ IUPAC നെയിം എന്തായി, പെൻറ്റൻ 2 ഓൺ എന്നാണ്. ഓക്കെ, പെൻറ്റൻ 2 ഓൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടുന്ന് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പം 1 ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോഴും 1 2 3 4 ആൻഡ് 5. അപ്പോൾ എങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് എന്ത് വരുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് അല്ലേ. അപ്പോൾ എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. 5 കാർബൺ ആറ്റംസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് വരണം, പെൻറ്റൻ എന്ന് വരണം. പെൻറ്റെയിൻ ആണ് ശരിക്കുള്ള പേര് വരുന്നത്. അപ്പം പെൻറ്റൻ എഴുതി ഈ മാറ്റി ഈൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, മോർ ദാൻ 3 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. പെൻറ്റൻ എഴുതിയതിന് ശേഷം ഈൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം, എത്രാമത്തെ കാർബണിൻ്റെ മുകളിലാണോ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് അത് നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ, തേർഡ് കാർബണിൻ്റെ മുകളിലാണ് അല്ലേ, സെക്കൻഡ് കഴിഞ്ഞിട്ട് തേർഡ് കാർബണിൻ്റെ മുകളിലാണ് O വരുന്നത്. അപ്പോൾ ആ O വരുന്ന പൊസിഷൻ നമ്മളവിടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അപ്പോൾ പെൻറ്റൻ 3 കീറ്റോ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മളിവിടെ എന്താ കൊടുക്കേണ്ടത്, ONE, പെൻറ്റൻ 3 ഓൺ. അപ്പോൾ ഹൈഫൻ ഇടാൻ അങ്ങനെ ശ്രമിക്കുക കേട്ടോ. പെൻറ്റൻ 3 ഓൺ എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം വരുന്നത്. ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ഈ O വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ നമ്പറാണ് എന്ത് കൊടുക്കുക, നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. പെൻറ്റൻ 3 ഓൺ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഫിഫ്ത്ത് എന്താ നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, ഹാലോ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പം നമ്മളുടെ പീരിയോഡിക് ടേബിളിൽ ഹാലജൻ ഗ്രൂപ്പ് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ആരൊക്കെയാണ് വരുന്നത്, ഫ്ലോറിൻ, ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ എന്നൊക്കെ പറയുന്ന ഇവർ വരുന്ന ഗ്രൂപ്പാണ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ 4 പേരെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹാലോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാലോജൻസ് നമ്മളുടെ ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഒരു H പോയി ആ Hൻ്റെ പകരം ഫ്ലൂറിനോ, ക്ലോറിനോ, ബ്രോമിനോ, അയഡിനോ വരികയാണെങ്കിൽ ആ കോമ്പൗണ്ട്സിന് വിളിക്കുന്ന പേരാണ് ഹാലോജൻ കോമ്പൗണ്ട്സ് കേട്ടോ. ഹാലോജൻ കോമ്പൗണ്ട്സ് ഇവരെ നമ്മൾ ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിനെ കോമൺ ആയിട്ട് വരുന്നത് വിളിക്കുന്ന പേരെന്താണ്, ഹാലോജൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ മാറി ഇവർ ഈ 4 പേരിൽ ഏതെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ അവിടെ വിളിക്കുന്ന പേരെന്താണ്, ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയും. ഹൈഡ്രോ കാർബൺ മാറിയതെന്താവും, ഹാലോ കോമ്പൗണ്ട്സോ. അപ്പം ഫ്ലോറിൻ വരികയാണെങ്കിൽ ഫ്ലൂറോ എന്നാണ് വിളിക്കുക, FLUORO, ഫ്ലൂറോ എന്ന് വരും. ഒരു H പോയി അവിടെ ക്ലോറിനാണ് വരുന്നെങ്കിൽ ക്ലോറോ എന്ന് പറയും, ബ്രോമിനാണ് വരുന്നെങ്കിൽ ബ്രോമോ എന്ന് പറയും, അയഡിനാണ് വരുന്നെങ്കിൽ അയോഡോ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നെയിം കൊടുക്കുക, ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ അല്ലെങ്കിൽ അയഡോ. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഗ്രൂപ്പ്, ഹാലോജൻ ഗ്രൂപ്പ് ഏത് കാർബൺ ആറ്റത്തിന് മുകളിലാണ് വരുന്നത് ആ പൊസിഷൻ നമ്മൾ ആദ്യം പറയണം. ഹൈഫൻ ഇട്ടിട്ട് ഹാലോ ഗ്രൂപ്പ് ഏതാണോ, ക്ലോറിനാണോ, ഫ്ലോറിനാണോ, ബ്രോമിനാണോ അതും നമ്മൾ പറയണം. വീണ്ടും ഒരു ഹൈഫൻ ഇട്ടിട്ട് ഹാലോ ഗ്രൂപ്പും നെയിം ഓഫ് ദ ആൽക്കെയിൻ. ഓക്കെ, ഇങ്ങനെ വരുന്നു. എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ CH3, CH2, CH2, Cl. അപ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് ആര് വരുന്നത്, ക്ലോറിൻ വരുന്നത് അല്ലേ. അപ്പോൾ ക്ലോറിൻ വരുമ്പോൾ നമ്മൾ പേരെന്താ കൊടുക്കേണ്ടത്, ക്ലോറോ എന്ന് പറയണം. ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ് ക്ലോറിൻ വരുന്നതുകൊണ്ട് 1 ഹൈഫൻ ക്ലോറോ, ഹാലോജൻ ഗ്രൂപ്പ്. പിന്നെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, ഇവിടെ നോക്കൂ, ക്ലോറിൻ ഒരു കോമ്പൗണ്ടാണ്. C വന്നപ്പോൾ ആ സിയും കൂടെ കൗണ്ട് ചെയ്യരുത് അല്ലേ. Cl എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണത്,
ക്ലോറിൻ ഒരു എലമെൻറ്റാണ്. ഈ സി കാർബണായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റാണ്, കാർബണിൻ്റെ പോലെ തന്നെ ഒരു എലമെൻറ്റാണ് Cl. അപ്പോൾ ഈ സി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കൗണ്ട് ചെയ്യരുത്. ഓക്കെ, അത് ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെ തന്നെയാണ്, അത് ക്ലോറോ ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നത്. അപ്പം ബാക്കിയുള്ള ഈ 3 കാർബൺ ആറ്റംസേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൗണ്ടിങ്ങിൽ എടുക്കാൻ പാടുള്ളൂ. Cl കൗണ്ട് ചെയ്യരുത്. കാർബണിൻ്റെ പോലെ തന്നെ ഒരു കോമ്പൗണ്ടാണ് എന്ത്, ക്ലോറിൻ. 1 ക്ലോറോ, പിന്നെ 3 കാർബൺ ആറ്റം വരുമ്പം സിംഗിൾ ബോണ്ടാണ്, അവരെന്താണ് വരുന്നത്, പ്രൊപ്പെയിൻ. 1 ക്ലോറോ പ്രൊപ്പെയിൻ, അതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ 3 ഉള്ളൂ, 4 എഴുതരുത്. നെയിം ഓഫ് ആൽക്കൈൻ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് നമ്മൾ പ്രൊപ്പെയിൻ എന്ന് പറയും. 3 കാർബൺ ആറ്റം വരുമ്പോൾ പ്രൊപ്പെയിൻ എന്നാണ് ശരിക്കുള്ള ആൽക്കൈൻ്റെ പേര് വരിക. നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് ഏതാ, ക്ലോറിൻ ആണ്. ക്ലോറിൻ ആകുമ്പോൾ ക്ലോറോ എന്ന് പറയണം അല്ലേ, ക്ലോറോ. കറക്റ്റ് പൊസിഷൻ ഓഫ് ദ കാർബൺ ഏതിൻ്റെ കാർബണിൻ്റെ മുകളിലാണ്, ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ്. അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം എന്താണ്, 1 ക്ലോറോ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ പറയണം, ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയണം, പിന്നെ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം വരുന്നുണ്ടോ ആ ആൽക്കൈൻ്റെ പേരും പറയണം. ഇങ്ങനെയാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പ് വരുമ്പം നെയിം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും, ഞാനിപ്പം അത് പറഞ്ഞ ടൈമായി എടുക്കുന്നില്ല, നമുക്ക് കണ്ടെത്താൻ അറിയാം. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോഴാണ് ബ്രോമിൻ ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്ത് വരുന്നത്, സ്മോളസ്റ്റ് നമ്പർ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലൊരു ബ്രോമോ ഗ്രൂപ്പും താഴെ ഒരു ബ്രോമോ ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പം നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ പേര് കൊടുക്കുമ്പം നമ്മളൊക്കെ ഓൾറെഡി പഠിച്ചിരുന്ന 2 ബ്രാഞ്ച് വരുമ്പം അല്ല 2 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പം എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ പറയാം. 2 സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ്. അപ്പോൾ 2,2 2 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തും, ഡൈ എന്ന് എഴുതണം അല്ലേ. 2,2 ഡൈ ക്ലോറോ. മെയിൻ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, ഡൈ ക്ലോറോ അല്ല, ബ്രോമിൻ അല്ലേ. അപ്പം ഡൈ ബ്രോമോ എന്നാണ് എഴുതേണ്ടത്. 2,2 ഡൈ ബ്രോമോ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 1 2 3 4 4 കാർബൺ ആറ്റം വരുമ്പോൾ എന്തായി, ബ്യൂട്ടായി. സിംഗിൾ ബോണ്ടാണ് എല്ലാത്തിലും വരുന്നത്, ബ്യൂട്ടേൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരുന്നത്, 2,2 ഡൈ ബ്രോമോ ബ്യൂട്ടേൻ എന്ന് വരും. ഓക്കെ, 2,2 ഡൈ ബ്രോമോ ബ്യൂട്ടേൻ. ക്ലിയർ ആയില്ല നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്തതെന്നുള്ളത്. 2,2 ഡൈ ബ്രോമോ ബ്യൂട്ടേൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിവിടെ ചോദിച്ച ചോദ്യം എന്താ, IUPAC നെയിം തന്നത് സ്ട്രക്ചർ വരയ്ക്കാനാണ്. 2,3 ഡൈ ക്ലോറോ ബ്യൂട്ടേൻ. അപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടത്, സിംഗിൾ കാർബൺ ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റാണ് വരുന്നത്, അത് നമ്മൾ ആദ്യം അവിടെ എഴുതി വെക്കാം. പിന്നെ 2,3 സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും തേർഡ് കാർബണിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, ക്ലോറിൻ വരും അല്ലേ. ഡൈ ക്ലോറോ രണ്ടിലും പൊസിഷൻ നമ്പറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നോർമലി നമ്മൾ എടുക്കുക, ഡിഫോൾട്ടായിട്ട് എടുക്കുന്നത്. അപ്പം സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും തേർഡ് കാർബണിൻ്റെ മുകളിലും ആരാണ്, ക്ലോറിനാണ്. ഡൈ ക്ലോറിൻ 2 ക്ലോറിൻ. പൊസിഷൻ പറഞ്ഞ് 2 വന്നുകൊണ്ട് ഡൈ എന്നവിടെ എടുത്ത് ഇതാ അങ്ങനെ. ഓക്കെ, ഇനി ഇതിൻ്റെ വാലൻസി ഫില്ല് ചെയ്താൽ നമ്മളുടെ കോമ്പൗണ്ട് കംപ്ലീറ്റ് ആയി. ഇവിടെ CH3 CH, ഇവിടെ ഒരു CH, ഇവിടെ ഒരു CH3. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ വരുന്നത്, ഡൈ ക്ലോറോ ബ്യൂട്ടേൻ്റെ സ്ട്രക്ചർ വരുന്നത്. ക്ലിയർ ആയില്ലേ. ഓക്കെ, ഇനി നമുക്കിവിടെ ഫ്ലൂറിനാണ് തന്നല്ലേ. സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഫ്ലൂറിൻ വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഇതിൻ്റെ നമ്മളുടെ ഹാലോജൻ ഗ്രൂപ്പിൻ്റെ അതിൻ്റെ പൊസിഷൻ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏതാണോ ഹാലോജൻ ഗ്രൂപ്പ് അതിൻ്റെ പേര് ഫ്ലൂറിൻ വരുമ്പോൾ ഫ്ലൂറോ എന്നാണ് വരിക അല്ലേ, ഫ്ലൂറോ. അപ്പോൾ 2 ഫ്ലൂറോ. മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റമാണ് ഉള്ളത്. 3 കാർബൺ ആറ്റം വരുമ്പം എന്താ വരിക, പ്രൊപ്പാണ് വരേണ്ടത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പെയിൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ, 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ ആണ്. 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. അയോഡിൻ ആണ് വരുന്നത് അല്ലേ. അയോഡിൻ വരുന്നത് എവിടെയാണ്, നമ്മൾ നേരത്തെ കൗണ്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് എന്ത് വരുന്നത്, അയോഡിൻ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ പൊസിഷൻ 1 ആയതുകൊണ്ട് അയോഡോ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ്റെ മുകളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, 1 2 3 4 5 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ അതെന്തായി, പെൻറ്റെയിൻ ആണ് വരുന്നത്. 1 അയോഡോ പെൻറ്റെയിൻ. ഇതാണ് ഇതിൻ്റെ IUPAC നെയിം, 1 അയോഡോ പെൻറ്റെയിൻ. ഓക്കെ,
പിന്നെ വരുന്ന ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ്സ്. അത് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഈത്തേഴ്സ് എന്ന് പറയും. അപ്പം ഈ OR, ഈ R എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ഈത്തേഴ്സ് എന്നാണ്. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് ഇതിന് നമ്മൾ OR, ഇതിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ്. ഓക്കെ, ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ 2 ഭാഗങ്ങളുണ്ടാവും. നടുവിൽ O, ലെഫ്റ്റ് സൈഡിലൊരു ഹൈഡ്രോ കാർബണിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. R എന്ന് പറഞ്ഞാലും ഒരു ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ചെറിയ കാര്യമുണ്ടായിരുന്നു. CH4 എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആയിരുന്നു അല്ലേ. CH4 മീഥെയിനാണ്. അപ്പോൾ ഈ CH4ൻ്റെ അകത്തുനിന്ന് നമ്മൾ ബ്രാഞ്ചിങ് പഠിക്കുമ്പം അവിടെ നമ്മൾ പഠിച്ചു CH3 എന്ന് പഠിച്ചു. CH3 നമ്മൾ എന്തായിരുന്നു വിളിച്ചിരുന്നത്? മീഥെയിനെ വിളിച്ചിരുന്നു നമ്മളതിനെ വിളിച്ചത് മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് വിളിച്ചത് അല്ലേ. ഒരു ഹൈഡ്രജൻ കുറയുമ്പം അതിനെ YL എന്നാണ് നമ്മളവിടെ പറഞ്ഞിരുന്നത്. മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ കോമൺ ആയിട്ട് ഇത് ആൽക്കെയിൻ അല്ലേ. ആൽക്കെയിൻ്റെ അകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ക്ലിയർ ആക്കുക. O എന്നുണ്ടാവും. ആ Oൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഹൈഡ്രോ കാർബൺ ഉണ്ടാവും, റൈറ്റ് സൈഡിലേക്കും ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. എപ്പോഴും ഈ ആൽക്കോക്സി ഗ്രൂപ്പിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണത്? O നടുവിലുണ്ടാവും, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഹൈഡ്രോ കാർബണിൻ്റെ ഗ്രൂപ്പും ഉണ്ടാവും. ഓക്കെ, ഇനി അതിൻ്റെ നെയിമിങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് തന്ന എക്സാമ്പിൾ എന്താ? ഇവിടെ Oൻ്റെ ലെഫ്റ്റ് സൈഡിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഈഥൈൽ ഗ്രൂപ്പ് അല്ലേ. 2 കാർബൺ ആറ്റം വരുമ്പോൾ നമ്മൾ ഈഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഈഥൈൽ. ഇനി നമ്മളിതിൻ്റെ നെയിമിങ് എങ്ങനെയാണ് തരും നോക്കാം. അപ്പോൾ ഇത് വലുതല്ലേ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 ഉള്ളൂ അല്ലേ. ഇവിടെ 1, ഇവിടെ 2 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെയിം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ചെറുതുണ്ടല്ലോ, ഈ ഭാഗം അത് നമ്മൾ ബ്രാഞ്ചിൻ്റെ പോലെ എടുക്കും. ഇതായിരിക്കും നമ്മളുടെ മെയിൻ ചെയിനായിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, മെയിൻ ചെയിൻ ഇതാണ് വരുന്നത്. നമ്മൾ അതായത് നമ്മളിപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് പറഞ്ഞില്ലേ, ആൽക്കൈൽ ഗ്രൂപ്പ് ഇതായിരിക്കും എടുക്കുക. ഇത് ബ്രാഞ്ച് പോലെ എടുക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് എന്നൊക്കെ പറയുന്നത്. ചെറിയ ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് ഇടും, വലിയ ഭാഗം വലിയ ചെയിൻ്റെ പോലെ ഇപ്പുറത്ത് ഇടും. അപ്പം ഈഥേഴ്സിനെ വിളിക്കുന്ന വേറൊരു പേര് ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. അപ്പം ആൽക്കോക്സി ആൽക്കെയിൻ. ഇപ്പുറത്തുള്ള ഈ ചെറുത് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ വരുന്നത് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് പറയുക. ആൽക്കോക്സി വരും. ഇതെന്താ സാധനം? ഇത് ആൽക്കൈൽ ഗ്രൂപ്പായിട്ടിടും. ആറിൻ്റെ ഭാഗമാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ വലിയ ചെയിൻ ഏതാണോ അതാണ് നമ്മളുടെ ആൽക്കൈൽ ഗ്രൂപ്പ് 6 എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ചെറുത് നമ്മൾ എന്താ എടുക്കണം? ആൽക്കോക്സിൻ്റെ ഭാഗമായിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ ചെറിയ ഗ്രൂപ്പ് ഏതാ? മീഥൈൽ ഗ്രൂപ്പാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ മീഥൈലിൻ്റെ METH മാത്രം എടുക്കും. Y എല്ലാം കൊണ്ട് ഒഴിവാക്കിയിട്ട് ആ പ്ലേസിൽ ആര് വന്നു? O വന്ന്. മീഥൈലിൻ്റെ YL ഒഴിവാക്കി അവിടെ ആരെ കൂട്ടിച്ചേർത്ത്? Oനെ കൂട്ടി. മീഥോയിൽ എന്നുള്ളത് മീഥോന്നായി. മീത്തോക്സി O വന്നുകൊണ്ട് ഓക്സിജൻ്റെ OXY എടുത്തവിടെ അല്ലേ. മീത്ത് ഓക്സി CH2CH3 ഈഥൈൽ ഗ്രൂപ്പാണ്. അത് നമ്മൾ ഫുൾ പേരായിട്ട് എടുക്കും. ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് ഇതിൻ്റെ കോമൺ വരുന്നത്. അതുകൊണ്ട് ഫുൾ നെയിം നമ്മൾ ഈഥൈൽ എഴുതുക. അവിടെ എന്താ എഴുതേണ്ടത്? ഈഥെയിൻ തന്നെ എഴുതണം. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? മീത്തോക്സി ഈഥെയിൻ വരും. ഒരു എക്സാമ്പിളും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഈ O ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന പേരാണ് ഈഥർ ലിങ്കേജ് അല്ലേ. ഈഥൈൽ ലിങ്കേജ്. അപ്പോൾ ഈഥർ ലിങ്കേജിൽ ഞാനിപ്പം പറഞ്ഞ കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഈഥർ ലിങ്കേജ് ദ ലോങ്ങർ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് കൺസിഡർഡ് ആസ് ആൽക്കെയിൻ. അതിൽ ഏറ്റവും വലുത് ഏതാണോ അതിന് ആൽക്കെയിൻ എന്ന് പറയും. ആൽക്കോക്സി ആൽക്കെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ലോങ്ങസ്റ്റ് കാർബൺ വരുന്ന ഏതാണോ അത്. ഷോർട്ടർ നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ ഞാൻ പറഞ്ഞ ആൽക്കോക്സി ഗ്രൂപ്പ്. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ആൽക്കോക്സി ഗ്രൂപ്പ്, മറ്റേത് ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കെയിൻ എന്നും പറയും. ഓക്കെ, ഇനി ഇതിൻ്റെ പേര് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. CH3O CH3 ഇവിടെ 2 സൈഡിലും ഈക്വലാണ് വരുന്നത് അല്ലേ. ഈക്വലാണ്. അപ്പം ഇവിടെ നമ്മളുടെ ആൽക്കോക്സി ഗ്രൂപ്പും ആൽക്കെയിനും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പം ബ്രാഞ്ച് മീത്തോക്സി എന്നാവും അല്ലേ. മീഥൈലെ YL ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് നമ്മൾ OXY മീത്തോക്സി. CH3 ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് മീഥെയിൻ. ഏതാണ്? മീഥെയിൻ തന്നെയാണ് വിളിക്കേണ്ടത്. ഓക്കെ, മീഥെയിൻ.
മീത്തോക്സിമീത്തേൻ. ഇനി നിങ്ങൾ പറയും ഇതിൻ്റെ പേരെന്തായിരിക്കും? CH3 CH2 CH2O CH3. അപ്പോൾ ഇതിൽ ലോങ്ങസ്റ്റ് ഭാഗമാണ് നമ്മളുടെ ആൽക്കെയിനായിട്ട് എടുക്കേണ്ടത് അല്ലേ? ആൽക്കെയിൻ ലാസ്റ്റ് വരുന്നത് മീത്തോക്സിമീത്തേൻ അല്ലെങ്കിൽ ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് പേര് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൽക്കെയിൻ്റെ ഭാഗം. ഇവിടെ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഓൻ്റെ റൈറ്റ് സൈഡിൽ ഒറ്റ കാർബൺ ആറ്റം ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്മോളസ്റ്റ് പാർട്ട് അല്ലേ? ഇതിൻ്റെ ചെറിയ ഭാഗം ഇതാണ് വരുന്നത്. അപ്പം നമ്മളിതിനെ പേര് കൊടുക്കുമ്പം ആദ്യം എന്താ വരുന്നത്? ആൽക്കോക്സിൻ്റെ ഭാഗം വരും അല്ലേ? ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ചെറിയ പാർട്ടിൻ്റെ പേരാണ് ആദ്യം വരുന്നത്. CH3 വരുമ്പോൾ എന്താ വരിക? മീത്താണ് വരുന്നത് അല്ലേ? മീത്ത്. METH എന്ന് വരും. ആ METH കഴിഞ്ഞാൽ ഇവിടെ ആരാ ഉള്ളത്? ഓക്സിജൻ ആണ് ഉള്ളത്. അപ്പം ഓക്സിജൻ്റെ OXY മീത്തോക്സിയാണ് അവിടെ വരുന്നത് അല്ലേ? പിന്നെ മെയിൻ ചെയിനിൽ, അതായത് വലിയ ഭാഗം ആൽക്കെയിനായിട്ട് എടുത്ത വലിയ ഭാഗത്തിൽ 3 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. എല്ലാം സിംഗിൾ ബോണ്ടും ആണ്. 3 കാർബൺ ആറ്റം വരുമ്പോൾ പ്രോപ്പാണ് യൂസ് ചെയ്യേണ്ടത്. സിംഗിൾ കാർബൺ ആറ്റം ആയതുകൊണ്ട് ANE. അപ്പോൾ ഇതിൻ്റെ പേരെന്തായി? മീത്തോക്സി പ്രൊപ്പെയിൻ അല്ലേ? മീത്തോക്സി പ്രൊപ്പെയിൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? വലുതും ചെറുതും ഭാഗം ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. ആ കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രമേ പേര് നമുക്ക് ശരിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം പേര് വരേണ്ടത് ആൽക്കോക്സി ഗ്രൂപ്പിൻ്റെ അല്ലേ? ചെറുതിൻ്റെ CH3 വരുന്നത് മീത്ത് ഓക്സി. പിന്നെ ലോങ് ചെയിനിൽ 3 കാർബൺ ആറ്റം വരുന്നുണ്ട്. പ്രോപ്പ് സിംഗിൾ ബോണ്ട് അത് ANE മീത്തോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, ഇനി ഈത്തോക്സി പ്രൊപ്പെയിൻ ആണ് നമ്മളടുത്ത് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ? ഈത്തോക്സി പ്രൊപ്പെയിൻ. അപ്പോൾ ലെഫ്റ്റ് തന്നെ നമുക്ക് ഈത്തോക്സി എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം വരണം? ഈത്തോക്സിയിൽ 2 കാർബൺ ആറ്റമേ ഇവിടെ വരാൻ പാടുള്ളൂ. അപ്പോൾ CH3 പ്രൊപ്പെയിൻ വരേണ്ട ഇവിടെ. അപ്പം റൈറ്റിലേക്കാണ് നമ്മൾ എന്തെടുക്കുന്നത്? ചെറിയ ഭാഗം എടുക്കുന്നത്. ഇവിടെ CH3 പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം വരണം. അപ്പോൾ CH3 CHO CH ഈഥേൻ വരണം. അപ്പോൾ CH2 CH3 അല്ലേ? നമുക്ക് കറക്റ്റാണ് നോക്കാം. പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റം വരണം? 1 2 3 കാർബൺ ആറ്റം വരുമ്പോൾ. അപ്പോൾ ലോങ്ങസ്റ്റ് നമുക്കിവിടെ കിട്ടി അല്ലേ? CH3 CH2 CHO. പിന്നെ മറ്റേ ഭാഗത്ത് എന്താ? ഈത്തോക്സിയാണ് വരുന്നത്. ഈത്തോക്സി പറഞ്ഞാൽ 2 കാർബൺ ആറ്റം വരണം. അപ്പോൾ CH3 CH2 CHO CH2 CH3. ഈ പാർട്ടാണ് നമ്മളുടെ ഈത്തോക്സി പാർട്ട് വരുന്നത്. ഈത്ത് വരും അല്ലേ? ഈത്തോക്സി ചെറിയ ഭാഗം. ഈത്ത് ഇവിടെ വന്ന് ഓക്സിജൻ്റെ OXY വന്ന് 3 കാർബൺ ആറ്റം വരുന്നുണ്ട്. പ്രൊപ്പെയിൻ. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, വരച്ച് നിങ്ങൾ പഠിക്കണം എന്തായാലും. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഒക്കെ സിമ്പിളും അതിൻ്റെ കോമൺ നെയിമും എന്താണെന്ന് നോക്കാം. അപ്പോൾ OH വരുമ്പോൾ ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരും. കോമൺ നെയിം ആൽക്കഹോൾ എന്നാണ് വരിക. COOHനെ നമ്മൾ കാർബോക്സിലിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് അല്ലേ? കാർബോക്സിലിക് ഗ്രൂപ്പ് എന്നാണ്, കാർബോക്സിൽ ഗ്രൂപ്പ് എന്നും പറയും. ഓക്കെ, കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ്. കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ്. ആൽഡിഹൈഡിക് ആണ് ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ പേര്. ആ കോമൺ നെയിം ആൽഡിഹൈഡ്സ് എന്ന് പറയും. അത് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ആൽഡിഹൈഡ്സ്. കീറ്റോ ഗ്രൂപ്പ് അല്ലേ? കീറ്റോ ഗ്രൂപ്പ് നമ്മൾ കോമൺ ആയിട്ട് കീറ്റോൺസ് എന്ന് പറയും. KETONES കീറ്റോൺസ്. ഈഥർ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ആൽക്കോക്സി. നമ്മളിപ്പോൾ പഠിച്ചതാണ്. ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് നമ്മൾ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന് വിളിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ഈഥേഴ്സ് എന്ന് പറയും. പിന്നെ വരുന്ന അവസാനം എന്താ? ഹാലോ കോമ്പൗണ്ട്സ്. ഈ ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അവർ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ഹാലോജൻസ് എന്നാണ് അല്ലേ? ഹാലോജൻസ്. അപ്പം ഇതോടെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞു. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നല്ലൊരു പാർട്ട് ഇവിടെ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഞാനെടുത്ത ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.